നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നില്ലേ? ഗർഭം അലസിപ്പോയ അല്ലെങ്കിൽ അബോർഷൻ സംഭവിച്ച ഒരു സ്ത്രീയോട് സമൂഹം ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതിലും വലിയ ചോദ്യങ്ങൾ അവൾ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമസ്കാരം, ഞാൻ ഡോക്ടർ ഫരീദ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നു പോകുന്ന ഏക വ്യക്തിയല്ല. കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ തിരിച്ചറിയപ്പെടുന്ന ഗർഭധാരണങ്ങളിൽ 4 മുതൽ 5% വരെ സ്വാഭാവികമായ അബോർഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് ലോകമെമ്പാടും സംഭവിക്കുന്ന ഒരു മെഡിക്കൽ യാഥാർത്ഥ്യമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കുറ്റപ്പെടുത്തലുകളൊന്നുമല്ല ഇതിന്റെ പ്രധാന കാരണം. ഡേറ്റ അടിസ്ഥാനമാക്കി കേരളത്തിലെ സാഹചര്യത്തിൽ പ്രധാനമായും 5 കാരണങ്ങളാണ് ഞങ്ങൾ കാണാറുള്ളത്. ഒന്നാമതായി, ജനിതക വൈകല്യങ്ങൾ. അബോർഷനുകളിൽ പകുതിയിലധികവും സംഭവിക്കുന്നത് കുഞ്ഞിന്റെ ക്രോമോസോമിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. ഇത് പ്രകൃതിയുടെ തീരുമാനമാണ്, അത് നിങ്ങളുടെ തെറ്റല്ല. രണ്ടാമത്തെ കാരണം ഹോർമോൺ വ്യതിയാനങ്ങളാണ്. ഇതിൽ പ്രധാനമായും കേരളത്തിൽ കാണുന്നത് PCODയും തൈറോയിഡ് പ്രശ്നങ്ങളുമാണ്. ഈ പ്രശ്നങ്ങൾ കാരണം സ്ത്രീകളുടെ ഹോർമോൺ ബാലൻസിനെ ബാധിക്കുകയും അത് കാരണം അബോർഷൻ ആവാനും സാധ്യതയുണ്ട്. മൂന്നാമതായി, ജീവിത ശൈലി രോഗങ്ങൾ. ഉദാഹരണത്തിന് നിയന്ത്രിക്കാത്ത പ്രമേഹം, അതേപോലെ ഉയർന്ന രക്തസമ്മർദ്ദം. ഇതെല്ലാം ഗർഭകാലത്ത് വില്ലന്മാരാവാറുണ്ട്. നാലാമത്തെ കാരണം അണുബാധ അഥവാ ഇൻഫെക്ഷൻ. പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടങ്ങളിലുള്ള ഇൻഫെക്ഷൻസ് ഭ്രൂണത്തെ ബാധിക്കാം. അഞ്ചാമതായി, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ, ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയത്തിലുള്ള ചില അനോമലീസ്. ഇതെല്ലാം ഗർഭധാരണത്തെയും ഗർഭത്തിന്റെ വളർച്ചയും ബാധിക്കാം. വീണ്ടും പറയട്ടെ, നിങ്ങൾ പടികൾ കയറിയതോ സാധാരണ രീതിയിൽ യാത്ര ചെയ്തതോ ഒന്നുമല്ല അബോർഷൻ ആകാനുള്ള കാരണം. ആരോഗ്യകരമായ ഒരു പ്രഗ്നൻസിയെ ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും ബാധിക്കാറില്ല. ഒരു സ്ത്രീ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുമ്പോഴാണ് ഇത്തരം പഴിചാരലുകൾ ഉണ്ടാവുന്നത്. ഇത് അവരെ കൂടുതൽ ഡിപ്രഷനിലോട്ട് നയിക്കും. അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ ചേർത്ത് പിടിക്കും. അവൾക്ക് വേണ്ടത് നിങ്ങളുടെ സമാധാനിപ്പിക്കലാണ്, അല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ചെയ്യലല്ല.